എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ? ഹൗ ടു റെഡ്യൂസ് ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളതാണ്. ജനറേഷൻ ഗ്യാപ്പ് എങ്ങനെ കുറയ്ക്കാം? അതായത് ഇന്നത്തെ തലമുറ പഴയ പക്ക ഓർത്തഡോക്സ് ആയ പഴയ തലമുറയോട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോട് ഒരു തരത്തിലും യോജിക്കില്ല എന്നെന്തോ വാശിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എങ്ങനെ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത തലമുറകളിലുള്ള ആളുകൾക്ക് ഇടയിൽ കാണപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, മൂല്യങ്ങൾ, ജീവിതശൈലി അല്ലെങ്കിൽ ടെക്നോളജിയോടുള്ള സമീപനം, ഈ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ പൊതുവെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതശൈലിയിലെ വ്യത്യാസങ്ങളാണ്. അതായത് ഇന്നത്തെ തലമുറ കൂടുതലും ഡിജിറ്റൽ ലോകത്തിലാണ് വളരുന്നത്, അല്ലെങ്കിൽ അവർ ഫുൾ ടൈം അതിലാണ്. അപ്പോൾ മുതിർന്നവർ അത് പൂർണ്ണമായും ഈ ഒരു ഡിജിറ്റൽ ലോകത്തേക്ക് വരുന്നതിന് പൂർണ്ണമായും ഒരു താല്പര്യമോ അല്ലെങ്കിൽ അവർക്കതിൽ പരിചയക്കുറവോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിന് വളരെയധികം ഒരു ഗ്യാപ്പ് വരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പ് വരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം ജീവിതശൈലിയിലെ വ്യത്യാസങ്ങളാണ്. അതായത് ജോബ്, മാരേജ്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻസ്, ഇതിലൊക്കെ ഇന്നത്തെ കുട്ടികൾ വളരെ ഓർത്തഡോക്സ് ആയ പഴയ ആൾക്കാരെ അല്ലെങ്കിൽ പഴയ പാരമ്പര്യത്തെ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് അവർ അത് ചിന്തിക്കുന്നത്. അതായത് അവർക്കത് പൂർണ്ണമായിട്ടും അതുപോലെ ഉൾക്കൊള്ളുന്നതിന് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതുമാത്രമല്ല, മൂല്യവ്യവസ്ഥകൾ, അതായത് മുതിർന്നവർ പിന്തുടരുന്ന ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, സമീപനങ്ങൾ, ഇവയൊക്കെ ഇന്നത്തെ കുട്ടികൾ ഒരുപാട് ചോദ്യം ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത് എന്തിനാണ് അങ്ങനെ, അതിൽ മാറ്റം കൊണ്ടുവന്നൂടെ, പഴയ മാമൂലുകൾ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ പുതിയ കുട്ടികളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇനി ഈ രണ്ട് തലമുറകൾ തമ്മിലും വളരെയധികം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആ ഒരു വേ അല്ലെങ്കിൽ ആ ഒരു വഴി, അതിലും ഒരുപാട് ഡിഫറൻസ് കാണിക്കുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും ഈ രണ്ട് തലമുറ, അതായത് പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ ഒരു ഗ്യാപ്പ് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഈ ജനറേഷൻ ഗ്യാപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലൂടെ നമ്മൾ നോക്കുമ്പോഴാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം ചലഞ്ചാണ് ഈ ഒരു പ്രശ്നം. അല്ലെങ്കിൽ കാരണം പല തീരുമാനങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബ ബന്ധങ്ങൾ ആവുകയാണ് അല്ലെങ്കിൽ ശിഥിലമായി പോവുകയാണ് എന്നുള്ളതാണ്. പിന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പഴയ തലമുറയിലെ അധ്യാപകർ ഇന്നത്തെ തലമുറയുടെ മനോഭാവങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അത് വിദ്യാഭ്യാസ മേഖലയിലും വളരെയധികം പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി തൊഴിലുമായി ബന്ധപ്പെട്ട പുതിയ തലമുറയുടെ വ്യത്യസ്തമായ സമീപനങ്ങൾ പലപ്പോഴും ഒരു കൂട്ടായ്മയിൽ നിന്നും അകന്നു നിൽക്കുന്നവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ഒരുപാട് ആ ഒരു ഒഫീഷ്യലായിട്ടും അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളിൽ നിന്നും വളരെ പെട്ടെന്ന് അഭിപ്രായ സമന്വയത്തോടെ ആയിരിക്കില്ല എന്നുള്ളതാണ് അതിൽ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ജനറേഷൻ ഗ്യാപ്പിലെ അഭിപ്രായ ഭിന്നതകൾ സാമൂഹ്യ ഐക്യത്തിന് പലപ്പോഴും ഒരു ഗ്യാപ്പുണ്ട്, ഒരു വിള്ളലുണ്ടാക്കാറുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇത് സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും തുടക്കമിടുന്നത് ഇവിടെ നിന്നാണ് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് കുറയ്ക്കുന്നതിന് കുറച്ച് പ്രാക്ടിക്കലായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, പ്രായമേറിയവരും യുവാക്കളും തമ്മിൽ ആശയവിനിമയത്തിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനുള്ള അവസരങ്ങൾ ഒരുക്കുക. ഇപ്പോൾ പറയാനുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും പരസ്പരം അനുഭാവപൂർവ്വം അത് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് രണ്ട് കൂട്ടരും. ഇനി ഈ പാരമ്പര്യത്തെയും അതുപോലെ തന്നെ പുതുമയെയും ഒരുപോലെ നമ്മൾ വിലമതിക്കുക. കാരണം ഒരുപാട് ഓർത്തഡോക്സ് ആയ പഴയ ആൾക്കാർ മാമൂലുകളെ മുറുകെ പിടിക്കുമ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർ എപ്പോഴും പുതുമയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പഴയ ആൾക്കാർ അതും കൂടി ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അഭിപ്രായ സമന്വയം വേണമെങ്കിൽ അത് പരസ്പരം നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക, നല്ല കേൾവിക്കാരാവുക, പരസ്പരം എന്താണ് പറയാനുള്ളത് എന്നുള്ളത്.
ഇനി മുതിർന്ന ആൾക്കാരുടെ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിനെ പരിഹാസത്തോടെയും കളിയാക്കലുകളോടെയും തള്ളിക്കളയാതെ അതിൽ നമുക്ക് എന്തെങ്കിലും നല്ലത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരിൽ ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും കാണും. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളത് ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാം. ആ കുഞ്ഞിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ പോലും അതിൽ നമുക്ക് യാതൊരു വിഷമോ അല്ലെങ്കിൽ നാണക്കേടൊന്നും തോന്നേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി യുവാക്കളുടെ പുതുമയെയും ചിന്താധാരയെയും മാറ്റുന്ന ടെക്നോളജിയെയും ഒക്കെ മനസ്സിലാക്കാൻ മുതിർന്ന ആൾക്കാരും ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുറുകെ പിടിക്കാതിരിക്കുക എന്നുള്ളത്. ഇനി മുതിർന്ന തലമുറയ്ക്ക് ടെക്നോളജിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജനറേഷന് ചെയ്യാൻ പറ്റുന്നത്. അതായത് സ്മാർട്ട് ഫോണ്, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, അതേസമയം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴത്തെ കുട്ടികൾ, പുതിയ തലമുറയെ പഴയ ഓൾഡ് ജനറേഷനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പരസ്പരം ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ്. ഇനി പൊതുവായ കാര്യങ്ങൾ, അതായത് സംഗീതം, പിന്നെ സിനിമ, മ്യൂസിക്, സ്പോർട്സ്, റീഡിങ്, ഇങ്ങനെയുള്ള പൊതുവായ താല്പര്യങ്ങൾ കണ്ടെത്തുക. അത് എല്ലാ ജനറേഷനും ഒരുപോലെയാണല്ലോ, പൊതുവായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്തായാലും കാണും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇനി പരസ്പരം നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുക, ഒരുമിച്ച് ചെയ്യുക, അതിനൊക്കെ ആ ഒരു കൂട്ടായ്മയിൽ വരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഫാമിലി, സൊസൈറ്റി, സ്കൂള്, ഇവിടെയെല്ലാം മാതൃകാപരമായ ഇടപെടലുകൾ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ആക്ടിവിറ്റീസ് ഇതൊക്കെ വരുമ്പോൾ അതിൽ ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പോൾ വയസ്സായ ആൾക്കാരാണ്, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പുതിയ കുട്ടികൾക്ക് സമയമില്ല, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ആ കൂട്ടായ്മകളാണ് എപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിനെ ലൈവായി വയ്ക്കുന്നത്. അത് ഏത് ജനറേഷൻ ആയാലും അതങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ സജീവമായിട്ട് നല്ല ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി ജനറേഷൻ ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ളത് നല്ല ബന്ധങ്ങൾക്കും ആരോഗ്യകരമായ സമൂഹത്തിനും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഏജ് ഡിഫറൻറ്റ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ജനറേഷൻ എന്നതിനൊക്കെ അപ്പുറം മനുഷ്യനെ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിക്കുക എന്നുള്ളത്, കാരുണ്യം, ദയ, സ്നേഹം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാനുഷിക വികാരങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു റോളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ആരായാലും. അപ്പോൾ എന്തും തള്ളിക്കളയുന്ന ന്യൂ ജനറേഷൻ ഒരു കാര്യം ഓർക്കുക, നാളെ നിങ്ങളും ഓൾഡ് ജനറേഷൻ ആവും, അല്ലെങ്കിൽ ഇന്നത്തെ ഈ വയസ്സായ തലമുറയെ പോലെ നാളെ നിങ്ങളും ഈ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടവരാണ് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്നേഹം, റെസ്പെക്റ്റ്, ഇതൊക്കെ നമുക്ക് സ്നേഹം കിട്ടുന്നില്ല അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇനി വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടായ്മകളിലൂടെ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ജനറേഷൻ ഗ്യാപ്പ് എന്നത് ഒരു സ്വാഭാവികമായ അല്ലെങ്കിൽ സോഷ്യലി ഉള്ള ഒരു കാര്യമാണെങ്കിലും അതിൻ്റെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നാം ചിന്തയിലും സമീപനത്തിലും ഒക്കെ ഒരുപാട് പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ മാത്രമേ തലമുറകളുടെ ഒരു മധുരമുള്ള സഹവാസം സാധ്യമാകൂ എന്നുള്ളതും ഒരിക്കലും മറക്കാതിരിക്കുക. ഒരു ഫാമിലിയിൽ തന്നെ ആണെങ്കിൽ പോലും പഴയ തലമുറ അല്ലെങ്കിൽ ഏജ്ഡായ ആൾക്കാർ അവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരുടെ ഒരു ലോകത്തേക്കാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളൊക്കെ ഇപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് നമ്മൾ പഠിക്കുന്ന റൂമാണ്, അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമാണ്. അപ്പോൾ നമ്മുടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെയാണ്, അല്ലെങ്കിൽ അമ്മൂമ്മയും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ TV കാണുന്നതും അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് മുതിർന്ന ആൾക്കാരാണ്. പക്ഷേ കാലം മാറി വരുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. കാരണം ആ പഠിത്തമൊക്കെ കഴിഞ്ഞ് ആ ഒരു യങ്ങർ ജനറേഷനിലോട്ട് പോകുമ്പോൾ വീട്ടിലെ കുട്ടികളാണ് ഏറ്റവും അധികം ആ ഒരു ഏരിയ, അതായത് TV കാണുന്ന ആ ഒരു ഏരിയയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഈ TVയുടെ മുമ്പിലിരുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അവരുടെ സ്പേസ് അല്ലാതായി അത് മാറുകയാണ്. അവർ ബെഡ്റൂമിലേക്കോ അല്ലെങ്കിൽ അവരുടെ മാത്രമായ ഇടങ്ങളിലേക്ക് ഒതുങ്ങിക്കൊടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വേർതിരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഫാമിലി ആവുമ്പോൾ ഇപ്പോൾ ഏജ്ഡായ ആൾക്കാരായാലും അല്ലെങ്കിൽ ചെറിയ കുട്ടികളായാലും
അപ്പോൾ ആരായാലും നമ്മൾ ഒരുമിച്ച് വരുമ്പോഴാണ്, കൂട്ടായ്മയിലൂടെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം കുടുംബം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെയുള്ള വേർതിരിവുകൾ നമ്മുടെ ഫാമിലിക്കകത്ത് കൊണ്ടുവരാതിരിക്കുക. വയസ്സായ ആൾക്കാരും അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു മാധുര്യം അല്ലെങ്കിൽ ആ ഒരു വാത്സല്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പലതും വളരെ ചെറിയ സ്മോൾ ഫാമിലിയാണ്, അണുകുടുംബങ്ങളാണ്. അപ്പോൾ അവർക്ക് ഈ വയസ്സായ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു സ്നേഹം, കരുതൽ ഇതൊക്കെ ആവശ്യമില്ല എന്ന് തോന്നും. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള നല്ല റിലേഷൻഷിപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതും ഓരോരുത്തരും വീട്ടിൽ ഉണ്ടെങ്കിലും ഓരോരുത്തരും അവരുടേതായ ലോകങ്ങളിലേക്ക് ചുരുങ്ങി പോകുന്നതും അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വളരെ ലൈവായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെ ജനറേഷൻ ഗ്യാപ്പ് കുറയ്ക്കാം എന്നുള്ള കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ നിങ്ങളിന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് എന്നെ കാണുന്നത്. അതിനെല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം.